Hi friends, welcome back to my channel. ഇന്ന് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ന്യൂട്ടല്ല കസ്റ്റർഡിന്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ട് ആണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ. ആദ്യമായി ഒരു ബൗളിലേക്ക് 1/4 കപ്പ് ന്യൂട്ടല്ല ആഡ് ചെയ്ത് കൊടുക്കാം. മുക്കാൽ കപ്പ് ഫ്രഷ് ക്രീമും കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. വേറൊരു ബൗളിലേക്ക് 10 ഗ്രാം ചൈന ഗ്രാസ് വെള്ളത്തിൽ കുതിർത്തി വെക്കാം. ഫസ്റ്റ് ലെയറായിട്ട് ഞാൻ ബിസ്ക്കറ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി 150 ഗ്രാം ഹൈഡ് ആൻഡ് സീക്ക് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. ബിസ്ക്കറ്റ് നമ്മൾ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം. മെൽറ്റ് ചെയ്ത് വെച്ച ബട്ടർ പൊടിച്ച ബിസ്ക്കറ്റിലേക്ക് ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പുഡിംഗ് ട്രേയിലേക്ക് ഇത് മാറ്റിയിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 3 ഗ്ലാസ്സിലും കൂടി സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് തണുക്കാനായി ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ചൈന ഗ്രാസ് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാനിലേക്ക് മാറ്റി ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് ഉരുക്കിയെടുക്കാം. നമ്മുടെ ചൈന ഗ്രാസ് ഇവിടെ മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാനിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. മൂന്ന് ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡറും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അടുപ്പിൽ വെച്ച് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. ഇത് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം.
ഇതിലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ച ചൈന ഗ്രാസ് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ചൂടൊന്ന് മാറുന്നവരെ നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് 250 ml ഫ്രഷ് ക്രീമാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടിന്ന് LiQWYD ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഫ്രഷ് ക്രീമും LiQWYDുമാണിത്. കസ്റ്റേർഡിൻ്റെ ചൂട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രഷ് ക്രീമിലേക്ക് ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ന്യൂട്ടല്ലയും ഫ്രഷ് ക്രീമുമാണ്. ഇത് നമുക്ക് സെക്കൻഡ് ലെയർ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ മിക്സ് തേർഡ് ലെയർ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് തണുത്ത് സെറ്റ് ആവാനായിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. നമ്മൾ പുഡിംഗ് എല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ചോക്ലേറ്റ് ഷ്രെഡ് ചെയ്തതും ഹാസൽനട്ടും കൊണ്ടാണ് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ന്യൂട്ടെല്ല കസ്റ്റേർഡ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.